ഏതാണ്ട് 500 കോടിയോളം രൂപ അടിച്ചു മാറ്റി എന്ന കേസാണ് കശുവണ്ടി അഴിമതി കേസ്. അതിൽ എത്ര ഓരോരുത്തരും വീതിച്ചെടുത്തു എന്ന് വ്യക്തമല്ലെങ്കിലും 500 കോടിയുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് കേസ് അന്വേഷിച്ചവരും കേസ് മനസ്സിലാക്കിയെന്നവരും പറയുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്ന രതീഷ് എന്ന ഉദ്യോഗസ്ഥനാണ് ഈ മോഷണ കേസിലെ മുഖ്യപ്രതി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ രതീഷ് തന്റെ അളിയനായ R ചന്ദ്രശേഖരനെ കൂടി ഈ പൊന്നുംകുടത്തിൽ കൈയിട്ട് വാരാൻ വേണ്ടി എത്തിക്കുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ R ചന്ദ്രശേഖരൻ അറിയപ്പെടുന്നത് കശുവണ്ടി കള്ളൻ എന്നാണ്. കോൺഗ്രസ് പാർട്ടിയിലൂടെ INTUCയുടെ തലപ്പത്തെത്തി എതിർ ഗ്രൂപ്പുകാരെയൊക്കെ അടിച്ചമർത്തി INTUC പിടിച്ചെടുത്ത R ചന്ദ്രശേഖരന് ഒരിക്കൽ പോലും സാധാരണ പ്രവർത്തകരുടെ പിന്തുണ കിട്ടാതെ പോകുന്നതിന് മുഖ്യ കാരണം ഈ കശുവണ്ടി മോഷണ കേസ് തന്നെയാണ്. ഉമ്മൻചാണ്ടി മാറി പിണറായി അധികാരത്തിലെത്തിയതോടെ ഈ കശുവണ്ടി മോഷണ കേസിൽ അകത്തു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ INTUC എന്ന സംഘടനയെ പിണറായിയുടെ കാൽക്കൽ കൊണ്ട് അടിമ വയ്ക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ. കഴിഞ്ഞ 10 വർഷവും അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ INTUCക്ക് കഴിഞ്ഞിട്ടില്ല. 10 വർഷം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഏറ്റവും അധികം സമരം നടത്തേണ്ടത് തീർച്ചയായും കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC ആണ്. ഇത് പറഞ്ഞവരെയൊക്കെ പുറത്താക്കി വെള്ളാപ്പള്ളി നടേശൻ SNDPയെ ഹൈജാക്ക് ചെയ്ത് തന്റെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് R ചന്ദ്രശേഖരൻ INTUC പിടിച്ചടക്കി മുമ്പോട്ട് കൊണ്ടുപോയതും. INTUCയിലെ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിച്ചവരൊക്കെ പുറത്തായി. INTUC എന്നാൽ ചന്ദ്രശേഖരന്റെ പോക്കറ്റ് പാർട്ടിയായി മാറി. ഒരു സമരവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആവശ്യമുള്ള സമയത്തൊക്കെ പിണറായിക്ക് അനുകൂലമായി നിലപാടുമെടുത്തു ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ INTUC. പാവപ്പെട്ട ആശമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയപ്പോൾ ആശമാർക്കെതിരെ പിണറായിക്കൊപ്പം ചേർന്ന് സമരം നടത്തുകയായിരുന്നു ചന്ദ്രശേഖരന്റെ INTUC. അങ്ങനെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും വെറുക്കപ്പെട്ടവനായി, CPMകാരുടെ ഹീറോയായി, പിണറായിയുടെ അടിമയായി ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോയി. അതുകൊണ്ട് ചന്ദ്രശേഖരനുണ്ടായ ഗുണം കശുവണ്ടി മോഷണ കേസിൽ അന്വേഷണം പൂർത്തിയായെങ്കിലും പ്രോസിക്യൂഷന് അനുമതി നിഷേധിച്ച് പിണറായി വിജയൻ രക്ഷിച്ചു എന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പും ധനവകുപ്പും CAGയും ഒക്കെ പ്രാഥമിക അന്വേഷണം നടത്തി അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയിട്ടും വിജിലൻസ് അന്വേഷണം അടിച്ചപ്പോഴാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് മനോജ് കടകംപള്ളി എന്ന പൊതുപ്രവർത്തകൻ കോടതിയെ സമീപിക്കുന്നത്. ഒടുവിൽ ചരിത്ര വിജയം നേടി CBI അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. CBI അന്വേഷണം പൂർത്തിയാക്കി. പക്ഷേ അന്വേഷണത്തിൽ കണ്ടെത്തിയ അഴിമതിയുടെ പേരിൽ ചന്ദ്രശേഖരനെയും രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ പിണറായി വിജയൻ വിസമ്മതിച്ചു. അങ്ങനെ പിണറായിയുടെ സംരക്ഷണയിൽ തണലിൽ 10 വർഷം ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പായപ്പോൾ സീറ്റിന് വേണ്ടി പരിശ്രമിച്ചെങ്കിലും ഈ പിണറായി ബാന്ധവം കൊണ്ട് ജനവികാരം ശക്തമാണ്, ജനരോഷം ശക്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വം സീറ്റ് കൊടുത്തില്ല. അവരോട് അതിൻ്റെ പേരിൽ ബഹളം വയ്ക്കാനോ വഴക്കുണ്ടാക്കാനോ പോവാതെ കാത്തിരുന്നത് ആര് ഭരിക്കാൻ വന്നാലും തനിക്ക് INTUC പ്രസിഡന്റ് പദവിയിൽ തുടരണം, തൻ്റെ പേരിലുള്ള അഴിമതി മുമ്പോട്ട് പോവരുത് എന്ന് കരുതിയാണ്. VD സതീശനെ കുടുംബസമേതം പോയി കണ്ട് പൂച്ചെണ്ട് കൊടുത്ത് പ്രോസിക്യൂഷൻ തടയാൻ പരിശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും കോടതി കടുപ്പിച്ചു. പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്ത വ്യവസായ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ പലതവണ കോടതി ശാസിച്ചു. ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ചന്ദ്രശേഖരന്റെ കേസിൽ മുഹമ്മദ് ഹനീഷിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: യു പ്ലീസ് ടെൽ ദിസ് മാൻ IAS മുഹമ്മദ് ഹനീഷ്, ഡു നോട്ട് പ്ലേ ദീസ് ടാക്ടിക്സ് ബിഫോർ ദിസ് കോർട്ട്, otherwise I shall take it seriously. Next time, if he fails to appear, I shall detain him in custody by arresting him. No doubt about that. Take this as very serious. ഞാൻ മുഹമ്മദ് ഹനീഷിനോട് പറയണം, മര്യാദയ്ക്ക് ഇവിടെ വരിക, ഇല്ലേ അവനെ പോയി കസ്റ്റഡിയിലെടുക്കാൻ ഞാൻ ഉത്തരവിടുമെന്നാണ് പറഞ്ഞത്. ഒടുവിൽ നാണം കെട്ട് മുഹമ്മദ് ഹനീഷ് കോടതിയിലെത്തി മാപ്പ് പറഞ്ഞു. കോടതി ഹനീഷിനോട് പറഞ്ഞു, ഈ വരുന്ന 2-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. VD സതീശൻ പേരുദോഷത്തിന് നിൽക്കാതെ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. മറ്റൊരു നിവൃത്തിയും സതീശന് മുമ്പിലില്ല. എന്നാൽ പരമാവധി സതീശനെ സുഖിപ്പിക്കാനും അതൊഴിവാക്കാനുമുള്ള നീക്കങ്ങളും ഗൂഢാലോചനകളുമായി ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ പിന്നാമ്പുറത്തുള്ള മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത സെൻട്രൽ സ്റ്റേഡിയത്തിൽ INTUC പ്രവർത്തകരുടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയെ മാത്രം അതിഥിയായി ക്ഷണിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത തൊഴിൽ മന്ത്രിയായി. 30 വർഷത്തിലെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊരു തൊഴിൽ മന്ത്രി ഉണ്ടാവുന്നത്. എന്നിട്ടും തൊഴിലാളികളുടെ സംഘടന ബിന്ദു കൃഷ്ണയെ വിളിച്ചില്ല, ആഭ്യന്തരമന്ത്രിയെ വിളിച്ചില്ല, തിരുവനന്തപുരത്തിന്റെ മന്ത്രി മുരളീധരനെ വിളിച്ചില്ല. VD സതീശനെ മാത്രം വിളിച്ച് VD സതീശനും ചന്ദ്രശേഖരനും തമ്മിലുള്ള ആത്മബന്ധം CITU നേതാക്കളെ ബോധ്യപ്പെടുത്തിയായിരുന്നു ലക്ഷ്യം. ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് വേദിയിലേക്ക് ഒരു ചുവന്ന പരവതാനി വിധിച്ചിരുന്നു. ഇടയ്ക്കിടെ മൈക്കിലൂടെ അനൗൺസ്മെന്റ് വരും. ഈ പരവതാനി മുഖ്യമന്ത്രി VD സതീശനും INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരനും മാത്രം നടന്നു വരാനുള്ള ഇടമാണ്.
കൂടെ വരുന്ന ആരും ഈ പരവതാനിയിലൂടെ കടന്നു വരരുത്. അങ്ങനെ ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രിക്കൊപ്പം പ്രൊജക്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഈ നാടകമൊക്കെ നടത്തിയത്. 10:30 ഒരു സംഗീത കച്ചേരിയോടെ ആരംഭിക്കുകയാണ്. 11:30 സമ്മേളനം ആരംഭിച്ചു. ഇടയ്ക്കിടെ വി.ഡി. സതീശൻ ഉടനടി എത്തും എന്ന അനൗൺസ്മെന്റ് ഉണ്ട്. അങ്ങനെ സമയം മുമ്പോട്ട് പോയി. ഉച്ചയായിട്ടും വി.ഡി. സതീശൻ എത്തിയില്ല. ഇടയ്ക്കിടെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇപ്പോൾ പുറപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഓഫീസ് പറയും. ഇതിനിടയിൽ മുതിർന്ന നേതാക്കളിൽ പലരും സ്ഥലം വിടാൻ നോക്കിയപ്പോൾ ഇരിക്കൂ, മുഖ്യമന്ത്രി ഉടനെത്തും എന്ന് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. 2:30 ആയപ്പോൾ നിയമസഭയിലേക്ക് ഒരാളെ അയച്ചു ചന്ദ്രശേഖരൻ. അപ്പോൾ മാത്രമാണ് അറിയുന്നത് വി.ഡി. സതീശൻ ചന്ദ്രശേഖരനെ തേച്ചെന്ന്. പിന്നെ ഉദ്ഘാടനമോ അധ്യക്ഷ പ്രസംഗമോ ഒന്നുമില്ലാതെ ഏതാണ്ട് 2:30 സമ്മേളനം അവസാനിപ്പിച്ചു. ഇതിനേക്കാൾ വലിയ നാണക്കേട് ചന്ദ്രശേഖരന് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഇത് മനസ്സോടെ ചന്ദ്രശേഖരനൊപ്പം നിൽക്കുന്ന INTUC നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ട് എന്ന് കരുതിയാണ് അവരൊക്കെ സഹിച്ചു നിന്നിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി കൂടി തേച്ചതോടെ കൂടെ നിൽക്കുന്നത് അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞ് പലരും കളം മാറി ചവിട്ടുന്നുണ്ട്. ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്താൽ INTUC സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെക്കേണ്ടി വരും. അതിന്റെ പ്രതിസന്ധി തുടരുമ്പോൾ വി.ഡി. സതീശന്റെ തേപ്പ് കൂടി ആയതോടെ ചന്ദ്രശേഖരൻ നിരയില്ലാ കയത്തിലേക്ക് വീണുപോയിരിക്കുന്നു. നാണക്കേട് മാറ്റാൻ INTUC ജില്ലാ പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് എങ്ങനെയെങ്കിലും വി.ഡി. സതീശന്റെ അടുത്തുപോയി ഫലകം കൊടുത്ത് ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രശേഖരൻ ഇപ്പോൾ. വി.ഡി. സതീശനാവട്ടെ ആപത്ത് തിരിച്ചറിഞ്ഞ് ചന്ദ്രശേഖരൻ മുങ്ങി നടക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ചന്ദ്രശേഖരൻ എന്ന പിണറായിയുടെ വിശ്വസ്തന്റെ ഇപ്പോഴത്തെ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾക്ക് കാരണമാകുന്നു.